ആര്യയുടെയും അജുവിൻ്റെയും പാസ്റ്റ്. അന്ന് അച്ഛൻ ആക്സിഡൻ്റ് ഉണ്ടായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മയും പോയി. ഞാൻ ശ്രീയെ തിരിഞ്ഞ് കുറേ നടന്നു. എനിക്ക് അവളുടെ നാടറിയില്ലായിരുന്നു. പിന്നെ അന്ന് ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് അധികം സ്ഥലങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ അവിടെ ഒരു ബെഞ്ചിൽ തലകറങ്ങി വീണു. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. കൂടെ ഒരമ്മയും. അവരോട് എനിക്ക് ആരുമില്ല, വിശക്കുന്നു, ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. അവരുടെ കണ്ണു നിറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിത്തന്നു. എനിക്കാരുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂടെ കൊണ്ടുവന്നു. അവർക്കും ആരുമില്ല, മക്കളെല്ലാവരും അവരെ ഉപേക്ഷിച്ചു. പിന്നെ എനിക്കെല്ലാമായി. ശാരദാമ്മ എനിക്കെല്ലാമായിരുന്നു. അങ്ങനെ അവരെന്നെ സ്വന്തം മകനെ പോലെ നോക്കി. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ഞാനും ഓരോ ജോലികൾ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവളെ കണ്ടത്. ആര്യ, എൻ്റെ മാളു. ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പാവം പെൺകുട്ടി. തൻ്റെ അനിയത്തിക്ക് വേണ്ടി രാവും പകലും അവൾക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നവൾ. അതിനുവേണ്ടി തന്നെയാണ് നെച്ചുവിനെ പരിചയപ്പെട്ടത്. അവൾ വഴി ശ്രീയെ സിദ്ധുവിനെയും പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 4 പേരും എന്തിനും ഒരുമിച്ചായി. ഒരിക്കലും എൻ്റെ പ്രണയം അവളോട് പറഞ്ഞില്ല. അവളുടെ കണ്ണിൽ എന്നെ നോക്കുമ്പോൾ തിളക്കം കണ്ട് ഞാനും അവൾക്കെന്നോട് പ്രണയമാണെന്ന് കരുതി. ആയിടയ്ക്കാണ് നാച്ചുവിൻ്റെ ഞങ്ങളെ തകർത്തത് മരണവാർത്ത. പിന്നെ സിദ്ധുവും ആകെ ഷോക്കായി. ശ്രീയാണെങ്കിൽ ഹോസ്പിറ്റലിൽ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ ട്രെയിനിങ് വേണ്ടി പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഹരിയങ്കിളിനെ കാണുന്നത്. അതറിയിക്കാൻ വന്ന ഞാൻ അറിയുന്നത് മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞതും ശ്രീ ആ വീട് വിട്ടു പോയി എന്നും. അതറിഞ്ഞാകെ തളർന്നു. പിന്നീട് ബാംഗ്ലൂരായിരുന്നു. ഒരു ദിവസം നാട്ടിൽ നിന്നും ഫോൺ വന്നു, ശാരദാമ്മ മരിച്ചു എന്ന്. പിന്നെ അതിൻ്റെ പിന്നാലെ എൻ്റെ മാളുവിനെ കണ്ടു മടങ്ങുമ്പോൾ അവിടുത്തെ വേലക്കാരിയായി കണ്ടത്. അവർ വഴി അറിഞ്ഞു എൻ്റെ മാളുവിനെ കുറിച്ച്. പിന്നെ അവൾ പറഞ്ഞതുപോലെ അവളുടെ എല്ലാ കാര്യവും നോക്കിയത് അവരല്ല, ഞാനാണ്. അത് അവളോട് പറയണ്ട എന്ന് പറഞ്ഞതും ഞാനാണ്. എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഞാനാണ് ആദ്യം കയ്യിൽ വാങ്ങിയത്. പിന്നെ ശ്രീ എന്നെ കണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. അവളുടെ അമ്മയുടെ കൊലയാളിയെ കണ്ടെത്തണം. പിന്നെ സിദ്ധുവിനെയും നെച്ചുവിനെയും കൊന്നവനെ നരകിപ്പിച്ച് കൊല്ലണമെന്നും. അവളും ഓർക്കുകയായിരുന്നു അവനെ അവളുടെ പ്രാണനെ പറയാതെ പറഞ്ഞ തങ്ങളുടെ പ്രണയത്തെ, ആ ചങ്കൂറ്റമുള്ള സഖാവിനെ. ശ്രീ കാറിലിരിക്കുമ്പോൾ അവളുടെ ചിന്താഭരണയെ പറ്റിയായിരുന്നു. അവളുടെ മനസ്സിൽ രാജീവ് അബ്രഹാമിനോട് ചോദിച്ച് അവളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കാറിൻ്റെ സ്പീഡ് കൂടി. പെട്ടെന്ന് കാറിൻ്റെ മുന്നിൽ ഒരു വാന് വന്നു നിന്നതും അവളൊന്ന് ഞെട്ടി. പിന്നെ വാനിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുച്ഛം വിരിഞ്ഞു. അവൾ കാറിൽ നിന്നും ഇറങ്ങി. അവൾ അവരെ നോക്കി കൈകെട്ടി നിന്നു. അവളുടെ മുഖത്തൊരു പേടി ഉണ്ടായിരുന്നില്ല, പിന്നെ വന്യതയായിരുന്നു. അത് കണ്ടവർ അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ കുറച്ചു നേരം നിങ്ങളെ പ്രതീക്ഷിച്ചു. അതും പറഞ്ഞ് അവൾ അവരെ നോക്കി. എന്താ നിങ്ങളുടെ മേഡം പറഞ്ഞത്? എന്നെ കൂട്ടിക്കൊണ്ടു പോവാനാണോ അതോ കൊല്ലാനാണോ? അപ്പോഴേക്കും അവിടേക്കൊരു കാറ് വന്നു. അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് വന്നവർ പേടിച്ചു പിറകിലേക്ക് പോയി. മാർട്ടിൻ അവളെ നോക്കി. അത് കണ്ട് ശ്രീ ചിരിച്ചു. ജീവൻ കളയണ്ട. പിന്നീട് അവിടെ നടന്നത് താണ്ഡവമായിരുന്നു. മാർട്ടിൻ എല്ലാവരെയും അടിച്ചൊതുക്കി അതിലെ തലവനെ ശ്രീയുടെ കാലിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അവളുടെ നേരെ നിർത്തിച്ചു. അപ്പം പറ, നിങ്ങളുടെ മേഡം എവിടെയാണ് എന്നെ എത്തിക്കാൻ പറഞ്ഞത്? അത് അയാൾ പറയാൻ മടിച്ചതും മാർട്ടിൻ മുഖത്തേക്കടിച്ച് അയാളോട് ചോദിച്ചു. അത് ഇവിടെ അടുത്തുള്ള ഗോഡൗണിൽ എത്തിക്കാനാണ് പറഞ്ഞത്. മാർട്ടിൻ, ഇവരെ ആ ഗോഡൗണിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് അജുവിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അജു അവളോട് പോവാൻ പറഞ്ഞു. അവൻ പിന്നാലെ വരാമെന്നും. അവളുടെ ഒപ്പം മാർട്ടിനും പോയി. അപർണയും അവളുടെ അച്ഛനും ഗോഡൗണിലെത്തുമ്പോൾ ശ്രീയെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. കൈ കെട്ടിയിട്ടുണ്ട്. മുടിയെല്ലാം അഴിഞ്ഞു വീണിട്ടുണ്ട്. തല താഴ്ത്തിയിരിക്കുന്നവളെ കണ്ട് അവർക്ക് സന്തോഷമായി. അവൾ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഹലോ ശ്രീ, എന്നെ മറന്നോ? അത് ചോദിച്ച് പുച്ഛിച്ച് ചിരിച്ചു. ശ്രീ ഞെട്ടി അവളെ നോക്കി. അപ്പു, നീയാണോ? ഞാനെന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്ത് തെറ്റാണ് ചെയ്തതെന്നോ? നീ കാരണമാണ് എന്നിൽ നിന്നും ഡേവിഡ് അകന്നത്. നീ ഞങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഡേവിഡ് എൻ്റേതാവുമായിരുന്നു. നിന്നെ അവനിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു എന്നറിയുമോ? അന്ന് നിന്നെയും രാഹുലിനെയും ഓഫീസിൽ മുറിയിൽ പൂട്ടിയിടാൻ നോക്കിയത് ഞാനാണ്. പക്ഷെ അവന് പകരം ഡേവിഡ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അതറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ കൊല്ലാൻ തോന്നി. പിന്നീട് ലിയയെ വെച്ചും നിന്റെ ചേച്ചിയെ വെച്ചും കളിച്ചത് ഞാനും അച്ഛനുമാണ്. അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടന്നു. നിന്നെ അവർ വിശ്വസിക്കാതെ ഇറക്കി വിട്ടു. നിന്റെ പിന്നാലെ ഞങ്ങളുടെ കണ്ണുണ്ടായിരുന്നു. അവിടെയും ഡെവി നിന്നെ കണ്ടു.
ലിയ എല്ലാതും അറിഞ്ഞു അവരോട് പറയാൻ പോയപ്പോൾ അവളെ ലോറിയിടിച്ച് കൊല്ലാൻ നോക്കിയത് ഞാൻ തന്നെയാണ്. അല്ല, ഞാനും എൻ്റെ പപ്പയും. പിന്നെ ആൽഫിയ, അവൾ വെറുമൊരു ചാവേറാണ്. പിന്നെ നിന്റെ മോനെ അന്ന് കാറിടിച്ചില്ലേ, അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അത് പറഞ്ഞു തീർന്നതും അവളുടെ മുഖമടിച്ച് നിലത്തേക്ക് വീണു. അപർണ പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ കവിളിൽ കൈവച്ചെണീറ്റപ്പോൾ കസേരയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന ശ്രീയെ കണ്ട് അവളുടെ കണ്ണ് മിഴിഞ്ഞു. ശ്രീ എണീറ്റുവിണ്ട് അവളുടെ മുഖത്തടിച്ചു. അവളുടെ ചെവിയിൽ അപർണ പറഞ്ഞതായിരുന്നു. തൻ്റെ മോനെ വേദനിപ്പിച്ചത് മാത്രമായിരുന്നു അവൾ കേട്ടത്. അവളുടെ കണ്ണിൽ അന്ന് കുഞ്ഞൂട്ടൻ്റെ വേദന എടുത്ത് കരഞ്ഞതും താൻ അനുഭവിച്ചതും തൻ്റെ മോൻ്റെ കാര്യം മാത്രം അവൾ ആലോചിച്ചുള്ളൂ. വേറെ ഒന്നും അവളെ ബാധിച്ചിരുന്നില്ല. അവളുടെ മുടിയിൽ പിടിച്ചു ശ്രീയുടെ മുഖത്തിന് നേരെയാക്കി. ശ്രീയുടെ മുഖം കണ്ടതും അപർണ പേടിച്ചുമനീരിറക്കി. ശ്രീ അവളെ അടുത്ത് കണ്ടപ്പോൾ ചെയറെടുത്ത് അടിച്ചു. അപർണ വേദന കൊണ്ട് നിലവിളിച്ചു. അപ്പോഴും ശ്രീയുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. അവൾ അപർണയെ ചുമരിലേക്ക് തള്ളി അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും അവളെ ഒരു കൈ അരയിൽ പിടിച്ചു വെച്ചു. അവളുടെ കണ്ണു നിറഞ്ഞു. ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞു. ഡേവിഡ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ മാർട്ടിനെ നോക്കി. അതിന് മാർട്ടിൻ തലയാട്ടി അപർണയെ ശ്രീയിരുന്ന ചെയറിലിരുത്തി കൈ രണ്ടും പിന്നിലേക്ക് കെട്ടി. അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ശ്രീയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വരുന്ന ഡേവിഡിനെയും അവൻ്റെ അപ്പുറത്ത് കാശിയും അജവുമുണ്ട്. അവരെ കണ്ടതും അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു അവളെ ഏൽപ്പിച്ച ആളുകൾ ചുരുണ്ടുകൂടി കിടക്കുന്നത്. തൻ്റെ അടുത്തൊരു മൂളൽ കേട്ട് നോക്കിയപ്പോൾ കണ്ടു ഒരു ചെയറിൽ കൈകൾ രണ്ടും കെട്ടിയിരിക്കുന്ന ആൽഫിയയെ. അവളുടെ ദേഹം മുഴുവനും അടികൊണ്ട പാടുകളുണ്ട്. അത് കണ്ടതും അപർണയുടെ കണ്ണിൽ ഭയം വന്ന് മൂടി. അപ്പോൾ കണ്ടു ശ്രീയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡെവിയെ. അത് കണ്ടതും അവളുടെ കണ്ണിൽ ശ്രീയോടുള്ള പക ആളിക്കത്തി. ശ്രീ അപ്പോഴും കരയുകയാണ്. താനും തൻ്റെ മോനും അനുഭവിച്ചത്, തൻ്റെ മോനെയും തന്നെയും പറ്റി എല്ലാവരും പറഞ്ഞു നടന്നത്, ഇതെല്ലാം അവളുടെ കൺമുന്നിലൂടെ തെളിഞ്ഞു നിന്നു. ഡെവി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്ന പോലെ തോന്നി. അവൾ ഡെവിയുടെ അടുത്ത് നിന്നും മാറി നിന്നു. അപ്പോൾ കണ്ടു തല്ലി അവശനാക്കിക്കൊണ്ട് ചെയറിലിരിക്കുന്ന രാജീവിനെ കണ്ടതും അപർണ പകച്ചുകൊണ്ട് നോക്കി. അവൾ ഒരിക്കലും വിചാരിച്ചില്ല അവളുടെ പപ്പയെ ഇവർ പിടിച്ചുകൊണ്ട് വന്നു എന്ന്. ഡെവി രാജീവിൻ്റെ അടുത്തേക്ക് പോയി. അയാളുടെ മുഖം മുഴുവൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത് രാജീവ്? ഞങ്ങൾ മണ്ടന്മാരാണ് എന്നോ? നിനക്കെവിടെയാണ് പിഴച്ചതെന്നറിയുമോ? എൻ്റെ മോൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നീ എനിക്കൊരു കോള് വന്നു, ഇവരുടെ അടുത്തായി ഇവരെ കൊന്നു കളയുമെന്ന് പറഞ്ഞുകൊണ്ട്. നീ എന്നെ വിളിച്ചില്ലേ? അതിലാണ് നീ കുടുങ്ങിയത്. അപ്പോഴും നീ ഞങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് നിന്നെ സഹായിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയത്. അയാളിപ്പോൾ വരും. എല്ലാത്തിനും കാരണം നീയും നിൻ്റെ മോളും പിന്നെ ഇവളുമാണ് എന്ന് പറഞ്ഞ് ആൽഫിയയുടെ അടുത്തേക്ക് പോയി. സോറി, നിനക്ക് വേണ്ടത് എന്നെയല്ല, കാശിയാണല്ലോ. അതുകൊണ്ടല്ലേ നീ അലീനയെ അപകടപ്പെടുത്തിയത്. അതിന് നിന്നെ സഹായിച്ചത് ഇവരുമല്ലേ ആൽഫിയ? അതിന് ശ്രീയെ ഞങ്ങളിൽ നിന്നും അകറ്റി. അത് പറഞ്ഞതും ശ്രീ ഞെട്ടി അവനെ നോക്കി. എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റി അവിടെയും നീ വെറുതെ ഇരുന്നില്ല. നീയും നിൻ്റെ ഈ തന്തയും ഞാൻ പെങ്ങളെ പോലെ കണ്ട എലീനയെ ഞങ്ങൾക്കെതിരെ തിരിപ്പിച്ചു. അവളുടെ മനസ്സിൽ വിഷം നിറച്ചു. അപ്പോഴും അവരുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. അത് കണ്ടതും അജുവിന് ദേഷ്യം വന്നു. അവൻ പാഞ്ഞു ചെന്ന് രാജീവിൻ്റെ നെഞ്ചിൽ ചവിട്ടി അപർണയുടെ മുഖത്തേക്ക് അടിച്ചു. കാശി പകച്ചുകൊണ്ട് അവനെ നോക്കി. അജുവിൻ്റെ മുഖം കണ്ട് എല്ലാവർക്കും പേടി തോന്നി. എന്താടാ നിനക്കൊരു പുച്ഛം? അത് തീർത്തു തരാം ഞാൻ. അത് പറഞ്ഞവൻ അവിടെ നിൽക്കുന്നവന് കണ്ണ് കാണിച്ചു. അയാൾ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അജുവിൻ്റെ ഒപ്പം വരുന്ന ആളെ കണ്ട് രാജീവും അപർണയും ഞെട്ടി. അത് കണ്ട് എല്ലാവരും അവരെ പുച്ഛിച്ചു. റോസ്ലി ആൻറ്റി അവരുടെ മുഖം അടികൊണ്ട് ചുവന്നിരുന്നു. അജു അവരെ ഡെവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ശ്രീ ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിന്നു. എന്താ ജുവേട്ടാ ഇത്? ആൻറ്റി എന്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ശ്രീ, എല്ലാത്തിനും കാരണം ഇവർ 3 പേരുമാണ്. അതിനേട്ടാ, ഇവർ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഈ ഇരിക്കുന്ന അപർണ ഇവരുടെ മകളായതുകൊണ്ട്. ഏട്ടാ, അപ്പോൾ നന്ദിനി അമ്മ? അതൊരു പാവം സ്ത്രീ. ആദ്യ ഭർത്താവ് മരിച്ചപ്പോൾ അതിലൊരു മോനു വേണ്ടി കല്യാണം കഴിച്ചത് ഇയാളെ. നന്ദിനിക്ക് ആദ്യം ഒന്നും ഇയാളെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഇയാൾ അവരുടെ മുന്നിൽ അഭിനയിച്ചു. അതിലവർ വീണു. ഇയാളെ അവർ സ്നേഹിച്ചു. പിന്നെയാണ് ഇയാൾ ഇവരെ കാണുന്നത്. അജു റോസ്ലിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം പരിചയപ്പെട്ടു, പിന്നെ അവർ തമ്മിൽ അടുത്ത് പലയിടത്തും വെച്ച് ഇവർ കണ്ടു. ഇവർക്ക് നന്ദിനി ഒരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ നന്ദിനി വീണ്ടും ഒരു അമ്മയായി. അതുപോലെ തന്നെ 2 പേരും ഒരേ ദിവസം പെയിന് വന്ന് ഹോസ്പിറ്റലായി. അങ്ങനെ അവർ 2 പേരും പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. അപ്പോഴും റോസ്ലിയുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല.
ഇവർക്ക് നന്ദിനിയുടെ അടുത്ത് ദേഷ്യവും പകയുമായി. രാജീവ് തൻ്റെയാണ് എന്ന് അവർ അവിടെയുള്ള നഴ്സിനോട് പടം കൊടുത്ത് നന്ദിനിയുടെ കുഞ്ഞിനെ മാറ്റി താൻ പ്രസവിച്ചതിനെ നന്ദിനിക്ക് അടുത്തേക്ക് കിടത്തി. നന്ദിനിയുടെ കുഞ്ഞിനെ ഇവർ നഴ്സിനോട് കൊടുത്ത് ആ നഴ്സ് ആ കുഞ്ഞിനെ ഒരു അനാഥ മന്ദിരത്തിലേക്കാക്കി. പിന്നീട് എല്ലാ സത്യവും ഇയാളുടെ അടുത്ത് പറഞ്ഞു. ഇയാളും അതിന് കൂട്ടുനിന്നു. കാരണം ഇയാൾക്ക് നന്ദിനിയുടെ പേരുള്ള സ്വത്ത് മാത്രം മതിയായിരുന്നു. അഭിജിത്ത് ഒരു പാവമായിരുന്നു. അവൻ കോളേജ് ലെക്ചററാണ്. പിന്നീട് അവർ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്നും ഇവിടേക്ക് വന്നു. അപ്പോൾ നന്ദിനി അമ്മയുടെ മോളോ അജുവേട്ടാ? ശ്രീ എല്ലാം കേട്ട് അജുവിനോട് ചോദിച്ചു. ആ, നന്ദിനി അമ്മയുടെ മോളാണ് ഈ ഇരിക്കുന്ന ആൽഫിയ. അത് കേട്ടതും ആൽഫിയ ഞെട്ടി. ഇല്ല, നിങ്ങൾ വെറുതെ പറയുകയാണ്. അല്ല, സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് അവർ അവൾക്ക് തെളിവുകൾ കാണിച്ചു. എന്തായാലും നീ ഇയാളുടെ മകളാണ് എന്ന് തെളിയിച്ചു. അത് കേട്ടതും അല്ലുവിന് മുന്നിൽ നന്ദിനിയുടെ മുഖം തെളിഞ്ഞു. ഇവർ 3 പേരും നിന്നെ കരുവാക്കിയെല്ലാം ചെയ്ത് നിന്റെ അമ്മയുടെയും ഏട്ടൻ്റെയും അടുത്ത് നിന്ന് നിന്നെ പിരിച്ചു. അല്ലുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ശ്രീയുടെ കണ്ണ് നിറഞ്ഞു. പിന്നിൽ എന്തോ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അഭിജിത്തിനെ. അവനെ അവിടെ കണ്ടതും എല്ലാവരും ഞെട്ടി. അപ്പുവിൻ്റെ മുഖത്ത് ഞെട്ടലുണ്ടായിരുന്നു. അല്ലു അവനെ തന്നെ നോക്കി. അഭിജിത്ത് അവരുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ തോളിൽ അജു കൈവച്ചു. അഭി രാജീവിൻ്റെ അടുത്തേക്ക് പോയി. നിങ്ങളെ ഞാൻ സ്വന്തം അച്ഛനെ പോലെയല്ലേ കണ്ടത്, പക്ഷേ നിങ്ങൾ എന്നെയും എൻ്റെ അമ്മയെയും പറ്റിച്ചു. പിന്നെ അവൻ അപർണയുടെ അടുത്ത് പോയി. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പു ഒന്നും വേണ്ട മോളെ, നമുക്ക് പോവാം, അവളുടെ മുഖത്ത് കൈവച്ച് അവൻ പറഞ്ഞതും കുറച്ച് നിമിഷം അവളുടെ കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും ഡെവിയെ കണ്ടതും അവളുടെ കണ്ണിൽ പകയാളി. ഞാൻ വരാം, പകരം എനിക്കെൻ്റെ ഏട്ടൻ ഡെവിയെ തരണം. അഭിഞ്ഞെട്ടി അവളുടെ മുഖത്ത് നിന്ന് കൈയെടുത്തു. മോളെ, നീ എന്താ പറയുന്നത്? ഡെവി ശ്രീയുടെ ഭർത്താവാണ്. അവനൊരു കുഞ്ഞുണ്ട്, അത് നീ മറക്കരുത്. പോവാ മോളെ, അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അമ്മ? അതിനവർ എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മ ഇതാണ് എന്ന് പറഞ്ഞ് അവർ റോസ്ലിയുടെ നേരെ മുഖം തിരിച്ചു. റോസ്ലിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അഭി ഒന്നും മിണ്ടാതെ എണീറ്റ് പോവാൻ നിന്നതും അവനെ തന്നെ നോക്കിയിരിക്കുന്ന അല്ലുവിനെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് പോയി. പിന്നെ വേദന നിറഞ്ഞൊരു ചിരി ചിരിച്ചു. നീയെങ്കിലും എൻ്റെ ഒപ്പം വരുമോ മോളെ? അവൾ മുഖം താഴ്ത്തി. അത് കണ്ടതും അഭി അജുവിൻ്റെ അടുത്തേക്ക് പോയി. തെറ്റുപറ്റി അജു, എനിക്ക്. ഇവർ അയാളുടെ ചോരയല്ലേ, അപ്പോൾ എങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. അഭി പോയതും അല്ലു തല ഉയർത്തി നോക്കി. പിന്നെ പൊട്ടിക്കരഞ്ഞു. ഡേവിഡ് അവളുടെ അടുത്ത് പോയി. നിന്നെ ഞങ്ങൾ ലിയയെ പോലെയാണ് കണ്ടതല്ലു, പക്ഷേ നീ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഏട്ടായി, എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഇനി ഒന്നിനും വരില്ല. ഇവർ പറയുന്നത് കേട്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അത് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. അവർ അവളുടെ കയ്യിലേക്ക് കെട്ടഴിച്ചു കൊടുത്തു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ശ്രീയുടെ അടുത്തേക്ക് പോയി. ശ്രീ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ശ്രീയുടെ അടുത്ത് വന്ന് അവളുടെ കാലിൽ പിടിച്ചു. സോറി ശ്രീ, എന്നോട് ക്ഷമിക്കണം. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ അങ്ങനെയൊന്നും കാശിയേട്ടനെ അങ്ങനെ കണ്ടിരുന്നില്ല. ഇവരെൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. അവളുടെ കണ്ണുനീർ ശ്രീയുടെ കാലിൽ തട്ടി. ശ്രീ പെട്ടെന്ന് അവളെ എണീപ്പിച്ച് പിന്നെ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു ചിരിച്ചു. പൊക്കോ, ഏട്ടൻ്റെയും അമ്മയുടെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്ക്. അത് പറഞ്ഞ് അവൾ അവളുടെ തലയിൽ തലോടി. അല്ലു പുറത്തേക്കോടി. അവിടെ കാറിൽ ചാരി നിന്ന് കരയുന്ന അഭിയെ കണ്ട് അല്ലു അവൻ്റെ അടുത്തേക്ക് ഓടി. ഏട്ടാ? അഭി തിരിഞ്ഞ് അല്ലു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ അവൻ കാറിൽ കയറിപ്പോയി. അപ്പോഴും അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു തൻ്റെ അപ്പു വരുന്നുണ്ടോ എന്ന്. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഡേവി അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചപ്പോൾ രാജീവും റോസ്ലിയും അവൻ്റെ മുഖം കണ്ട് ഭയന്നു. അപ്പോഴും അവനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന അപർണയെ കണ്ട് ശ്രീയുടെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു.